ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന അലീനയുടെ നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് തന്നെ നമുക്ക് അലീനയുടെ നാളത്തെ വിശേഷത്തിലേക്ക് കടക്കാം അല്ലേ. അങ്ങനെ നമ്മുടെ വൈജയനെ പാട്ടിലാക്കാൻ അപ്പോൾ ഒരാൾ പുറകെ നടപ്പുണ്ട്. ഏതായാലും ഈ ഒരു പ്രായത്തിലും പ്രണയമോ എന്നൊക്കെ നമ്മൾ ചിന്തിച്ചു പോകൂലേ. ഇത് പ്രണയമൊന്നുമല്ല, പക്കാ കോഴിത്തരമാണ്. ഒരു കാട്ടുകോഴി തന്നെയാണ് കേട്ടോ നമ്മുടെ വൈജയുടെ ഓഫീസിലുള്ള ആ ഒരു സാറ്. ഏതായാലും പുള്ളിക്കാരൻ നമ്മുടെ വൈജയനെ വീഴ്ത്താൻ വേണ്ടി എന്തൊക്കെയാ പറയുന്നത്. ഭാര്യയുടെ കുറെ കുറ്റങ്ങൾ പറയുന്നു, എന്നിട്ട് നമ്മുടെ വൈജയനെ പൊക്കി പറയുന്നു. അല്ലെങ്കിൽ ഈ കാട്ടുകോഴികളുടെ ലക്ഷണം അങ്ങനെയൊക്കെ തന്നെയാണല്ലോ. വീട്ടിലിരിക്കുന്ന പെണ്ണുമ്പുള്ളമാരെ അങ്ങോട്ട് കുറ്റം പറയും. എന്നിട്ടോ നിന്നെ പോലൊരു ഭാര്യനെ കിട്ടിയിരുന്നെങ്കിൽ എന്ത് നല്ലതായിരുന്നു എന്നൊക്കെ പറയും. ഇത് വിവരവും ബോധമുള്ള പെണ്ണുങ്ങൾക്ക് മനസ്സിലാവും. ഏതായാലും നമ്മുടെ വൈജയ്ക്ക് അത് മനസ്സിലാവുമോ ഇല്ലയോ? ഏതായാലും വൈജ ഇതൊക്കെ കേട്ടിട്ട് ചിരിച്ചു തള്ളിക്കളയാണ് ചെയ്യുന്നത്. അങ്ങനെ വൈജ മോശമായിട്ടുള്ള സ്ത്രീയൊന്നും അല്ല കേട്ടോ. ഇതൊക്കെ കേട്ടിട്ട് ചിരിച്ചു തള്ളുന്നു. പിന്നെ അത്ര അങ്ങോട്ട് നമ്മുടെ ഈ ഒരു ഓഫീസറെ കാട്ടുകോഴിയാക്കി കാണുന്നൊന്നുമില്ല വൈജ അത് തിരിച്ചങ്ങ് തള്ളിക്കളയുന്നു, അത്ര മാത്രമേ ഉള്ളൂ. അത് മാത്രമല്ല കേട്ടോ, നമ്മുടെ ഈ വൈജയുടെ കൂടെയുള്ള ഈ ഒരു സ്റ്റാഫ്, അതായത് സ്റ്റാഫ് തന്നെയാണ്, ആ ഓഫീസിലെ ഒരു സാറാണ്. അപ്പം മാനേജറാണെന്ന് തോന്നുന്നു. മാനേജറോ അങ്ങനെ ആ ഒരു ഇതിൽ പെട്ടതാണ്. ആ ഒരു ഇതിൽ പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു കാറ്റഗറിയിലുള്ളതാണ്. അപ്പൊ അവര് അങ്ങോട്ടും ഇങ്ങോട്ടും മേഡം സാറേ നാളെ വിളിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാട്ടോ ഞാൻ പറഞ്ഞത്. ഇടയ്ക്ക് വീട്ടിലൊക്കെ വരുന്നതാണേ. അതാണ് നമ്മുടെ കുഞ്ഞുമോള് കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോ പറഞ്ഞായിരുന്നല്ലോ. കുഞ്ഞുമോളെ നിങ്ങൾക്ക് അറിയാലോ അല്ലെ, വേലക്കാരി, പണ്ടത്തെ വേലക്കാരി പോയപ്പോ പറഞ്ഞായിരുന്നല്ലോ ഇവിടെ ഒരു സാറ് വരും, ആ സാർ ഇവിടെ ഭയങ്കര കിന്നാരമാണ്, വർത്താനമാണെന്നൊക്കെ പറഞ്ഞായിരുന്നല്ലോ നമ്മുടെ വൈജയനെ കുറിച്ച്. അപ്പം അലീന പറയുകയും ചെയ്തു, ഹേയ് അങ്ങനെയൊന്നും എന്നോട് പറയരുത്, എനിക്ക് അതൊന്നും കേൾക്കുന്നത് ഇഷ്ടമല്ലെന്ന്. അല്ലെങ്കിൽ സ്വന്തം അമ്മയെക്കുറിച്ച് കുറ്റം പറയുന്ന കേൾക്കാൻ ആർക്കെങ്കിലും ഇഷ്ടപ്പെടുവോ? ആ സ്ത്രീ ഇഷ്ടക്കേടായിട്ടോ കുറ്റമായിട്ടോ ഒന്നും അല്ല പറഞ്ഞത്. ആ സ്ത്രീ പറഞ്ഞത് വാസ്തവം തന്നെയാണ്. ഈ പുള്ളിക്കാരൻ ഇടയ്ക്ക് ഇവിടെ വരുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും എല്ലാവർക്കും വർത്താനം കേൾക്കുമ്പോൾ മനസ്സിലാവൂല്ലോ ഒരു കോഴിത്തരം ഉണ്ട് എന്ന്. അപ്പൊ ഈ ഒരു വക വർത്താനമൊക്കെ ആയിരിക്കും. അപ്പൊ ആ പുള്ളിക്കാരി കേട്ടപ്പം പുള്ളിക്കാരിക്ക് തോന്നിക്കാണും റൂട്ട് എങ്ങോട്ടേക്കാ പോകുന്നതെന്ന്. അതുകൊണ്ടാണ് നമ്മുടെ അലീനയോട് അതൊക്കെ പറഞ്ഞു കൊടുത്തത്. ഏതായാലും അലീന ആ ഒരു സമയത്ത് അതൊക്കെ മറന്നുപോയി. ഏതായാലും നമുക്കിപ്പം കൺഫേം ആയി അങ്ങനെ ഒരാളുണ്ട് എന്ന്. അപ്പൊ ഏതായാലും വൈജയുടെ ഓഫീസിലെ കുറച്ച് നേരം പോക്കൊക്കെ ആയിരിക്കും അതൊക്കെ. ഏതായാലും അതൊക്കെ അവിടെ നിൽക്കട്ടെ. പിന്നെ നമ്മുടെ മുത്തശ്ശിയും അലീനയും തമ്മിലുള്ള ഒരു ഭാഗം തന്നെയാണ് കാണിക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മുടെ മുത്തശ്ശി ഇങ്ങനെ റൂമിനകത്ത് തന്നെ കിടക്കുകയാണല്ലോ. ഒത്തിരി നാളായല്ലോ. ഡൈനിങ് ടേബിളിൽ ഇരുന്ന് വന്ന് ഫുഡ് കഴിക്കുവോ, അങ്ങനെ പുറത്തേക്ക് ഇറങ്ങുവോ ഒന്നും ചെയ്യുന്നില്ല. അലീന വന്ന് നോക്കി തുടങ്ങിയതിൽ പിന്നെ കുറച്ച് ഭേദമൊക്കെ ഉണ്ട് പുള്ളിക്കാരിക്ക്. ദേഹത്തിന് അസ്വസ്ഥതക്കുറവും അതുപോലെ തന്നെ എന്താ പറയാ മനസ്സിന് സുഖവും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് രോഗം ഭേദമായി. അപ്പൊ അങ്ങനെ നടക്കാൻ പറ്റില്ല എങ്കിലും വീൽ ചെയർ അവിടെ ഉണ്ട്. അപ്പോഴാണ് നമ്മുടെ അലീന പറഞ്ഞത്, മുത്തശ്ശി ഞാനൊരു കാര്യം ചെയ്യട്ടെ, മുത്തശ്ശീനെ ഈ വീൽ ചെയറിൽ കൊണ്ടുപോയി ഇവിടേക്കൊന്ന് കറക്കട്ടെ. എവിടെ കറക്കുന്ന കാര്യം മോളെ നീ പറയുന്നത്? ഞാൻ ഈ വീൽ ചെയറിനകത്ത് കയറിയിരിക്കാനോ? എങ്ങനെ? അതെ, നമ്മൾ വിചാരിച്ചാൽ പറ്റുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളൂ ഇത്. ദേ മുത്തശ്ശി മനസ്സ് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുത്തശ്ശി ഈ വീൽ ചെയറിനകത്ത് കയറിയിരിക്കും. നമ്മൾ രണ്ടും കൂടെ മതിയെന്നേ. മോളെ നിനക്ക് എന്നെ പൊക്കിയെടുക്കാനുള്ള ആരോഗ്യമൊക്കെ ഉണ്ടോ? ഈ അലീനയ്ക്ക് അതിനുള്ള ആരോഗ്യമൊക്കെ ഉണ്ടോ ഇല്ലയോന്നേ മുത്തശ്ശി ഇപ്പൊ കാണാൻ പോവാ. അതെ, പതുക്കെ എണീറ്റ് പതുക്കെ ഈ കട്ടിലെ ഞാനൊന്ന് ചെറുതായിട്ട് പൊക്കി വെക്കാമേ എന്നൊക്കെ പറഞ്ഞ് അതിന്റെ സ്ക്രൂ ഒക്കെ ഇങ്ങനെ പതുക്കെ ഊരി ഇങ്ങനെ പൊക്കിയൊക്കെ വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും മുത്തശ്ശി ചോദിച്ചു, അല്ല മോളെ വേണോ, ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ? വേണമെന്നേ. ദേ മനസ്സിലൊരു വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യങ്ങളും ഇല്ല. എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് അവിടെ മര്യാദയ്ക്ക് ഇരുന്നാൽ മതി. ഞാൻ പറയുന്ന പോലെയൊക്കെ ചെയ്യണം കേട്ടോ. എങ്കിൽ പിന്നെ പതുക്കെ പൊങ്ങിക്കേ, ഞാൻ പിടിക്കാം എന്ന് പറഞ്ഞ് പതുക്കെ പോയി പിടിച്ചു. വീൽ ചെയർ എടുത്ത് അടുത്ത് വെച്ചു. നമ്മുടെ അലീനെ പതുക്കെ പിടിച്ച് പതുക്കെ നമ്മുടെ മുത്തശ്ശീനെ ആ ഒരു വീൽ ചെയറിൽ ഇരുത്താണ്. അവരിരുത്തുന്ന രീതിയൊക്കെ കാണണം കേട്ടോ. നന്നായിട്ട് എന്താ പറയാ, ഒരു രോഗീനെ നോക്കാൻ പറ്റുന്ന ഒരാളെ പോലെ തന്നെ അലീന പെരുമാറുകയൊക്കെ ചെയ്യുന്നത്. അപ്പൊ അതിനകത്ത് ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും എന്തൊരാശ്വാസം മോളെ. എങ്കിൽ പിന്നെ ബാ നമുക്കേ പുറത്തേക്ക് ഒന്ന് ഇറങ്ങിപ്പോയാലോ എന്ന് പറഞ്ഞ് പതുക്കെ വീൽ ചെയറിൽ ഇങ്ങനെ തള്ളി നമ്മുടെ അലീന പുറത്തേക്ക് ഇങ്ങനെ ഇറക്കുകയാണ്. ആ റൂമിന് വെളിയിലേക്ക് ഇറക്കുകയാണ്. എത്ര ദിവസമായി മോളെ ഈ റൂമിന് വെളിയിലൊക്കെ ഇറങ്ങിയിട്ട്. വല്ലാത്തൊരു അസ്വസ്ഥതയാണ് കേട്ടോ. ഈ കട്ടിലേ തന്നെ കിടക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് മോളില്ലായിരുന്നെങ്കിൽ ഇപ്പോഴും ഞാനുണ്ടല്ലോ ആ കട്ടിലേ തന്നെ കിടന്നേനെ. മാത്രമല്ല തലമുടി പോലും ഒന്ന് ചീകി കെട്ടിത്തരാൻ ആരും ഇല്ലായിരുന്നു. ആ കമല എന്നെ എന്തോരം ദ്രോഹിച്ചിട്ടുണ്ടെന്നോ. ഇനി കമലയിടത്തി എന്നല്ല, സോറി,
അമ്മയുടെ മരുമകൾ ദ്രോഹിച്ചതിനെ കുറിച്ചൊന്നും പറയണ്ട. അതൊക്കെ പോട്ടെ, ഓരോരുത്തർക്കും ഓരോ സ്വഭാവമല്ലേ, എല്ലാവർക്കും ഒരേ സ്വഭാവം ആകണമെന്നൊന്നുമില്ലല്ലോ. എനിക്കൊരു സ്വഭാവം, മുത്തശ്ശിക്കൊരു സ്വഭാവം, അതുപോലെ തന്നെ ഇവിടത്തെ മുത്തശ്ശിയുടെ മോക്കും വേറൊരു സ്വഭാവം, അങ്ങനെ എല്ലാവർക്കും ഒരു സ്വഭാവം ആകണമെന്നില്ല. അപ്പൊ നമ്മൾ ആരെയും കുറ്റം പറയാനൊന്നും പാടില്ല. വാ, മുത്തശ്ശീനെ ഞാൻ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാം എന്നൊക്കെ പറഞ്ഞ് കൂട്ടിക്കൊണ്ട് പോവാണ് കേട്ടോ. അല്ല മോളെ, നിനക്ക് എങ്ങനെയാ മോളെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കുന്നത്? ഓരോ ദിവസവും ഉണ്ടല്ലോ മോളെ, എനിക്കൊരു അതിശയമായിട്ടാണ് കാണാൻ തോന്നുന്നത്. ഞാനൊരു അതിശയമായിട്ടാണ് മോളെ കാണുന്നത്. ഇതുപോലെ ഒരു പെൺകുട്ടീനെ ഞാൻ കണ്ടിട്ടില്ല. എന്തൊക്കെ പറഞ്ഞാലും മോളെ, നിന്നെ സമ്മതിച്ചു തന്നിരിക്കുന്നു കേട്ടോ. ദൈവം നിന്നെ അനുഗ്രഹിക്കും, അത് ഉറപ്പാ. നിനക്ക് നല്ലൊരു ജീവിതം കിട്ടും, അതും ഉറപ്പാന്ന് പറഞ്ഞപ്പം ജീവിതമോ, എന്ത് ജീവിതം? എനിക്കിതേ ഇപ്പൊ കിട്ടി ഈ ജീവിതം തന്നെ വലിയ ജീവിതമാണ്. മുത്തശ്ശിക്ക് വിശക്കുന്നുണ്ടോ? ദേ നമുക്കിന്ന് ഒരു കാര്യം ചെയ്താലോ, ഈ ഡൈനിങ് ടേബിളിൽ ഇരുന്ന് ഭക്ഷണം കഴിച്ചാലോ? ഒത്തിരി നാളായില്ലേ ഈ ഡൈനിങ് ടേബിളിൽ ഇരുന്ന് ഭക്ഷണം കഴിച്ചിട്ട്. അവിടെ കൊണ്ടുവന്ന് കട്ടിലയിൽ ഇരുന്ന് വാരി തന്ന് തന്നെ ഇരുന്ന് കഴിച്ച്, അതൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ, എന്നും ചെയ്യുന്ന കാര്യമല്ലേ. അപ്പൊ നമുക്ക് ഇന്ന് വെറൈറ്റിക്ക് ഈ ഡൈനിങ് ടേബിളിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കാം. അപ്പം പറഞ്ഞു, മുത്തശ്ശി പറഞ്ഞു, അയ്യോ അതിനിപ്പോ എന്താ, ഇവിടെ ഇരുന്ന് കഴിച്ചെന്ന് ഓർത്തോണ്ട് ആരെങ്കിലും എന്തെങ്കിലും പറയോ? അയ്യോ, അങ്ങനെയൊന്നും ഒരിക്കലും ആരും ഒന്നും പറയില്ല. ഇനിയിപ്പൊ നീ ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചാലും ആരും ഒന്നും പറയാൻ പോകുന്നില്ല. ബാ, നീയും കൂടെ ചോറെടുത്തിട്ട് വാ, നമുക്ക് ഇവിടെ ഇരുന്ന് ഇന്ന് കഴിക്കാം. അയ്യോ, അത് വേണ്ട, ഞാൻ ഇവിടെ ഇരുന്ന് കഴിക്കുന്നില്ല. ഇപ്പം തൽക്കാലം എൻ്റെ മുത്തശ്ശി ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചാൽ മതി എന്ന് പറഞ്ഞ് നമ്മുടെ അലീന നേരെ കിച്ചണിൽ പോയി ഭക്ഷണം എടുത്തുകൊണ്ട് വന്നിട്ട് മുത്തശ്ശിക്ക് കൊടുത്തിട്ട് നമ്മുടെ അലീന ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം പറഞ്ഞു, മോളെ നിനക്കും കഴിക്കായിരുന്നു കേട്ടോ എൻ്റെ കൂടെ, ഈ ഡൈനിങ് ടേബിളിൽ ഇരുന്ന് ഭക്ഷണം കഴിച്ചു എന്നും പറഞ്ഞുകൊണ്ട്. നിനക്ക് എന്താ പ്രശ്നം? നിനക്ക് എന്താ സംഭവിക്കാൻ പോകുന്നത്? ഇവിടെ ആരും ഒന്നും പറയില്ല. അതും ഇവിടെ ഇരുന്ന് കഴിക്കാതിരിക്കാൻ മാത്രം അത്രയ്ക്കും യോഗ്യത കുറവുണ്ടോ മോളെ നിനക്ക്? ദേ, ഈ കുടുംബത്തിലെ എല്ലാവരെയും അപേക്ഷിച്ച് നിനക്കാ ഇവിടെ ഇരുന്ന് കഴിക്കാനുള്ള യോഗ്യതയുള്ളത്. ഇത് കേട്ടതും നമ്മുടെ അലീനൊന്ന് ഞെട്ടിട്ടോ. മുത്തശ്ശി അതുകൊണ്ടല്ല പറഞ്ഞത്, ആ കുടുംബത്തിലെ എല്ലാവരെക്കാളും നല്ല മനസ്സുള്ളത് നമ്മുടെ അലീനയ്ക്ക് തന്നെയല്ലേ. അപ്പൊ അലീന പറഞ്ഞു, അതെ അതെ മുത്തശ്ശി, ഇവിടെയുള്ള എല്ലാവരെക്കാളും ഈ ഡൈനിങ് ടേബിളിൽ ഇരുന്ന് കഴിക്കാനുള്ള യോഗ്യത അതെനിക്ക് തന്നെയുള്ളത്. പക്ഷെ അതെന്തെങ്കിലും അപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ മുത്തശ്ശി, മോളെ നീ എന്താ ഈ പറയുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. അല്ല, മുത്തശ്ശി പറഞ്ഞല്ലോ ബാക്കിയുള്ളവരെക്കാൾ കൂടുതൽ യോഗ്യത എനിക്ക് ഇവിടെ ഇരുന്ന് കഴിക്കാനെന്ന്. അത് മുത്തശ്ശി പറഞ്ഞത് വേറൊന്നും കൊണ്ടും അല്ല, ഞാനല്ലേ ഇതൊക്കെ വെച്ച് വിളമ്പി ഉണ്ടാക്കിയത്, അതുകൊണ്ടല്ലേ, അത് തന്നെ ഞാനും ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞപ്പം, ഓ അങ്ങനെ, അങ്ങനെ തന്നെയാ മുത്തശ്ശി ഞാനും ഉദ്ദേശിച്ചത്. അതൊക്കെ പോട്ടെ, മുത്തശ്ശി കഴിക്കേ. എങ്ങനെയുണ്ട് ഇന്നത്തെ കറികളൊക്കെ? നല്ലതാണോ? വായിക്ക് വെച്ച് കൂട്ടാൻ വല്ലതും കൊള്ളുവോ? അതോ വെറുതെ ഈ അലീനേനെ പുകഴ്ത്തുന്നതാണോ? വെറുതെ അങ്ങനെ പറയുന്നവളല്ലാട്ടോ ഈ ഞാന്. സത്യം സത്യമായിട്ടേ പറയത്തുള്ളൂ. അത് ഞാനും എൻ്റെ മോളും ഒരേപോലെയാ. സത്യം സത്യം പോലെ തന്നെ പറയത്തുള്ളൂ. അതെ, മോളുടെ കറിക്ക് നല്ല ടേസ്റ്റാ. മോള് എന്തുണ്ടാക്കിയാലും, അതൊരു ചമ്മന്തി അരച്ചാലും, പിന്നെ മോളുടെ കൈ കൊണ്ട് ഒരു ഗ്ലാസ് പച്ചവെള്ളം കുടിച്ചാലും അതിന് വല്ലാത്തൊരു ടേസ്റ്റ് തന്നെയാ. അതെന്താ കാരണം എന്നറിയാമോ? സ്നേഹത്തോടെ സന്തോഷത്തോടെ മനസ്സറിഞ്ഞ് ആരുണ്ടാക്കിയാലും അതിന് നല്ല ടേസ്റ്റാ മോളെ. മോള് സ്നേഹത്തോടെ സന്തോഷത്തോടെ ഒക്കെയല്ലേ ഉണ്ടാക്കണത്. ബാക്കി വേലക്കാരികളൊക്കെ എങ്ങനെയെങ്കിലും പണി തീർന്നിട്ട് ഒന്ന് നടു ചായ്ച്ചാൽ മതി, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഒന്ന് വീട്ടിൽ പോയാൽ മതി, എങ്ങനെയെങ്കിലും ഒന്ന് ശമ്പളം കിട്ടിയാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ ഭക്ഷണം വെക്കുന്നത്. മോൾ അതുപോലെയാണോ? അല്ലല്ലോ. അതുകൊണ്ടാ മോളുണ്ടാക്കുന്ന ഭക്ഷണത്തിന് ഇത്രയും കൂടുതൽ ടേസ്റ്റ്. അപ്പോഴത്തേക്കുമാണ് നമ്മുടെ മുത്തശ്ശി പറയുന്നത്, പിന്നെ അത് മാത്രമല്ല കേട്ടോ, വൈജ അവള് നന്നായിട്ട് ഭക്ഷണം ഉണ്ടാക്കും. അവളെ നല്ല ടേസ്റ്റോട് കൂടി തന്നെ ഭക്ഷണം ഉണ്ടാക്കുന്നത്. നല്ല കഴിവ് അവൾക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ. അപ്പോഴാണ് നമ്മുടെ അലീന മനസ്സിൽ വിചാരിക്കുന്നത്, എന്നാ പിന്നെ അതായിരിക്കും മുത്തശ്ശി എനിക്കും ഭക്ഷണം ഉണ്ടാക്കാൻ ഇത്രയ്ക്ക് കഴിവ് കിട്ടിയതും എൻ്റെ ഭക്ഷണത്തിനൊക്കെ കൈപുണ്യം ഉണ്ടായതും എൻ്റെ അമ്മയുടെ കൈപുണ്യമായിരിക്കും എനിക്ക് കിട്ടിയത് എന്നിങ്ങനെ പതുക്കെ പുറകുറുക്കാണ്. അപ്പൊ മുത്തശ്ശി ചോദിച്ചു, എന്താ മോളെ നീ എന്താ പറയുന്നത്? ഒന്നുമില്ല, ഞാനേ എല്ലാം അമ്മയുടെ മോള് പറഞ്ഞു തന്ന പോലെയാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ആ കൈപുണ്യം സ്വാഭാവികമായിട്ട് എനിക്ക് വരുമല്ലോ, ഞാൻ അതാ ഉദ്ദേശിച്ചതെന്ന് ഇങ്ങനെ പറഞ്ഞു കേട്ടോ. ഏതായാലും വളരെ സന്തോഷത്തോടു കൂടി മുത്തശ്ശി അവിടെ ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് മുത്തശ്ശീനെ കൊണ്ടാക്കുകയൊക്കെ ചെയ്യാണ്. ഏതായാലും ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെ മൂത്ത മകനുണ്ടല്ലോ, ആരുടെ? വൈജയുടെ മൂത്ത മകൻ എന്തോ കള്ളത്തരം ഇങ്ങനെ ഒപ്പിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ പെട്ടെന്നൊരു മിന്നായം പോലെ നമ്മുടെ അലീനെ അത് കാണുന്നുണ്ട്. പെട്ടെന്ന് എന്തോ കള്ളത്തരം ഉണ്ടെന്ന് മനസ്സിലായി. അലീന ഇങ്ങനെ തിരിഞ്ഞു നോക്കി പോവുകയാണ്. അപ്പം വൈജയുടെയും അതുപോലെ നമ്മുടെ ബാലേന്ദ്രന്റെ ഈ റൂമിലാണ് ഈ ഒരു കള്ളത്തരം. അപ്പൊ പെട്ടെന്ന് ഇങ്ങനെ നോക്കി, എന്നാലും അലീന അത്ര കാര്യമാക്കിയില്ല. അലീന അങ്ങ് പോയി കേട്ടോ. അപ്പൊ അലീനയ്ക്ക് എന്തോ ഒരു ചെറിയ മിസ്റ്റേക്ക് പന്തികേട് തോന്നി. ഏതായാലും അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ബാലേന്ദ്രൻ ഭക്ഷണമൊക്കെ കഴിച്ച് വീടിനകത്തൊക്കെ കയറി വന്ന് റൂമിനൊക്കെ അകത്ത് കയറി വന്ന് ഷർട്ട് എടുത്തപ്പോഴത്തേക്കും, അയ്യോ വൈജയ്, ഇതിനകത്തെ 1000 രൂപ ഉണ്ടായിരുന്നു, നീ എടുത്തായിരുന്നോ? ഞാൻ എന്തിനാ നിങ്ങളുടെ പൈസ എടുക്കണത്? ഞാൻ നിങ്ങളുടെ പൈസ എടുക്കാറുണ്ടോ? ഇല്ലല്ലോ. എങ്കിൽ പിന്നെ പൈസ എവിടെ പോയി? ഇതിനകത്ത് 1000 രൂപ ഞാൻ വെച്ചിരുന്നതായിരുന്നു.
ഇതിനകത്ത് ഒരു 1000 രൂപ 2 500ന്റെ നോട്ട് കാണാതെ പോയിട്ടുണ്ട്. അത് അത് ആരെങ്കിലും എടുത്തോ എന്നാ ഞാൻ ചോദിച്ചത്. ഓ, ആരെടുക്കാനാ നിങ്ങളുടെ പൈസ? എനിക്ക് നിങ്ങളുടെ പൈസയുടെ ആവശ്യമൊന്നുമില്ല. ആവശ്യത്തിനെ ഈ വൈജ സമ്പാദിക്കുന്നുണ്ട്, പിന്നെ എനിക്ക് എന്തിനാ പൈസ? എങ്കിൽ പിന്നെ ആരായിരിക്കും ആ പൈസ എടുത്തിട്ടുണ്ടാവുക? ഞാന് ഇല്ല, ആ പൈസ ഇതിൽ തന്നെ ഉണ്ടായിരുന്നു, ഉറപ്പാ. ഞാന് ഇങ്ങോട്ടേക്ക് വന്നപ്പം കടയിൽ നിന്ന് സാധനം മേടിച്ചിട്ട് ബാക്കി പൈസ എണ്ണി തന്നെയാ പോക്കറ്റിലിട്ടത്, അത് ഉറപ്പാ. പിന്നെ സ്റ്റാഫുകൾക്കെല്ലാം ശമ്പളവും കൊടുത്തതാണ്. പിന്നെ ഇതെന്തായിരിക്കും സംഭവിച്ചത് എന്ന് പറഞ്ഞിങ്ങനെ നമ്മുടെ ബാലേന്ദ്രൻ ഇങ്ങനെ ചിന്തിക്കുക. അപ്പോഴത്തേക്കല്ലേ മക്കളെല്ലാവരും കൂടെ നിൽക്കുന്നു. അങ്ങനെ ആകെ മൊത്തം പൈസ പോയതിന്റെ പ്രശ്നമാണ് കേട്ടോ പിന്നെ അവിടെ നടക്കുന്നത്. പൈസ പോകുക എന്ന് പറഞ്ഞ ചില്ലറ കാര്യമല്ലല്ലോ. ഏതായാലും പൈസ പോയ ഉടനെ തന്നെ നമ്മുടെ അലീനേനെ പഴിക്കാന് വൈജ മറന്നില്ല. വൈജ അപ്പോഴും അലീനേനെ തന്നെയാണല്ലോ സംശയിക്കുന്നത്. ആ മോതിരം പോയപ്പോഴും അലീനയെ സംശയിച്ചു. അങ്ങനെ നമ്മുടെ ബാലേന്ദ്രനോട് നേരെ പോയി വൈജ പറയാണ്, ഈ പൈസ വേറെ എങ്ങോട്ടേക്കും അല്ല പോയത്, ഈ പൈസയും എടുത്തത് അവള് തന്നെയാ. അന്ന് അവള് മോതിരം എടുത്തിട്ട് തിരിച്ചെന്റെ പേഴ്സിൽ കൊണ്ടുവച്ചു, അതുകൊണ്ട് അവള് കള്ളിയായില്ല. ഇപ്പം എന്തേ 1000 രൂപ കാണാതെ പോയിരിക്കുന്നു. ഇതൊന്നും ഇവിടെ പതിവ് പോലെ നടക്കുന്ന കാര്യങ്ങളല്ലല്ലോ, ഈയിടെയായിട്ട് നടക്കുന്ന കാര്യങ്ങളൊക്കെയാ. അപ്പൊ പിന്നെ ഈ പൈസ എടുത്ത് അവള് തന്നെ ആയിരിക്കും. വൈജേ, വേണ്ടാത്തതൊന്നും നീ പറയരുത് കേട്ടോ. കാണാതെ ഒരു കാര്യവും നീ പറയാൻ പാടില്ല. ആ പൈസ പോവുകയാണെങ്കിൽ പോട്ടെ, എങ്കിലും നീ ഇങ്ങനെ കുറ്റം മറ്റുള്ളവരുടെ തലയിൽ കൊണ്ടിടരുത്. പിന്നെ നിന്റെ 3 മക്കൾ ഇവിടെ ഉണ്ടല്ലോ, അവരെടുത്തോ ഇല്ലയോ എന്ന് നിനക്ക് എങ്ങനെ അറിയാം? നീ എന്തുകൊണ്ട് അവരെ സംശയിക്കുന്നില്ല? എന്റെ മക്കളെ ഞാൻ അങ്ങനെയല്ല വളർത്തിയിരിക്കുന്നത്. അവരെ ഈ വൈജയുടെ മക്കളാ. അവർക്ക് വേറെ പൈസ എടുത്തോണ്ട് പോകേണ്ട ഒരു ആവശ്യമില്ല. അങ്ങനെ പൈസയ്ക്ക് അത്യാർത്ഥിയുള്ളവരല്ല അവര്. ഇത് അവള് തന്നെയാ എടുത്തത്. ഞാൻ ഇന്ന് അവക്കിട്ട് കൊടുത്തിട്ടോളെന്ന് പറഞ്ഞ് നേരെ വീട്ടടിച്ച് നമ്മുടെ വൈജ പോവാണ് അലീനയുടെ അടുത്തേക്ക്. എടുക്കടി പൈസ എന്ന് പറഞ്ഞു. പൈസയോ? നിനക്ക് പൈസയ്ക്ക് വല്ല അത്യാവശ്യമുണ്ടോ? അല്ല, നിനക്ക് പൈസയ്ക്ക് വല്ല അത്യാവശ്യം ഉണ്ടോ എന്നൊന്ന് ചിന്തിച്ച് നോക്ക്. അയ്യോ, ഞാൻ പൈസയ്ക്ക് എനിക്ക് അത്യാവശ്യമില്ലല്ലോ. ഞാനിങ്ങനെ പൈസ എടുക്കാനായിട്ട് അല്ല, പൈസയ്ക്ക് ഞാൻ ഒന്നും മേടിക്കാൻ പുറത്തൊന്നും പോകാറുമില്ലല്ലോ. എനിക്ക് പൈസയുടെ അത്യാവശ്യമൊന്നും ഇല്ല മാഡം. അപ്പൊ നീ ആ പൈസ എന്തിനാ എടുത്തത്? 1000 രൂപ നീ എന്തിന് ബാലേന്ദ്രന്റെ പോക്കറ്റിൽ നിന്ന് എടുത്തു? എനിക്കത് അറിയണം. ഏതായാലും നമ്മുടെ അലീനയ്ക്ക് ആ ഒരു സമയത്ത് ചെറിയ സംശയമൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. ആ ഒരു സമയത്ത് നമ്മുടെ വൈജയുടെ മൂത്ത മോൻ അവിടെ കയറിയായിരുന്നല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ചെറിയൊരു സംശയവും ഒക്കെ ഉണ്ടെങ്കിലും നമ്മുടെ അലീനെ അത് പറയാൻ കൂട്ടാക്കുന്നില്ല. കാരണം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവിടെ വലിയ വിഷയമാകും, പിന്നെ അത് വലിയ പ്രശ്നങ്ങളാവൂലോ. അപ്പം അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ അലീന ആ ഒരു വിഷയം അവിടെ പറയാത്തത്. പക്ഷെ അവിടെ നമ്മുടെ അലീനയെ കള്ളിയാക്കാണ് കേട്ടോ. ഏതായാലും നമ്മുടെ അലീനയെ കള്ളിയാക്കുമ്പോൾ ഇനിയും നമ്മുടെ വൈജ മിക്കവാറും അലീനയുടെ മുമ്പിൽ തോറ്റ് തുന്നം പാടാൻ ചാൻസ് ഉണ്ട്. കാരണം അലീനയല്ല പൈസ എടുത്തത്, സത്യം എപ്പോഴും ജയിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ആ പൈസ എടുത്തത് തന്റെ മകനാന്ന് അറിയുമ്പം അലീനയെ ക്രൂശിച്ചതിനൊക്കെ നമ്മുടെ വൈജ ഒരുപാട് സങ്കടപ്പെടേണ്ടി വരും, ഒരുപാട് കരയേണ്ടി വരും. കരയത്തൊന്നുമില്ല, നീ ഇങ്ങനെ കല്ലിന്റെ മനസ്സല്ലേ. ഏകദേശം നാളെ ഇതിനെ ചൊല്ലി ഉണ്ടാകുന്ന ആ ഒരു തർക്കമൊക്കെ കാണിച്ചിട്ടാട്ടോ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട്. അപ്പൊ നാളെ നമുക്ക് ഫുൾ വിശേഷവുമായിട്ട് കാണാമേ അലീനയുടെ. അപ്പം എല്ലാവരുടെയും സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട്. വീണ്ടും നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ഇതുപോലെ തന്നെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച് നിർത്തുന്നു. ലൈക്ക് അടിച്ചിട്ട് പോകാൻ മറക്കരുത്. ടാറ്റാ, ബൈ ബൈ.